ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 9, പേജ് നമ്പർ 714. സത്വം സുഖീ സംജയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സംജയത്യുത. പദാനുപദം. സത്വം സത്വഗുണം, സുഖി സുഖത്തിൽ, സംജയതി ബന്ധപ്പെടുത്തുന്നു, ആസക്തമാകുന്നു, ഭാരത ഹേ ഭാരത, രജഃ രജോ ഗുണം, കർമ്മണി കർമ്മത്തിൽ, സംജയതി ആസക്തമാക്കുന്നു, തു എന്നാൽ, തമഃ തമസ്, ജ്ഞാനം ജ്ഞാനത്തെ, ആവൃത്യ ആവരണം ചെയ്തിട്ട്, പ്രമാദേ പ്രമാദത്തിൽ, സംജയതി ആസക്തമാക്കുന്നു, ഇത്യുത പറയപ്പെടുന്നു. വിവർത്തനം. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു. ഭാവാർത്ഥം. പ്രത്യേക വിജ്ഞാന മേഖലയിൽ പ്രവർത്തന നിരതനായിരിക്കുന്ന തത്വചിന്തകനോ ശാസ്ത്രജ്ഞനോ വിദ്യാവിചക്ഷണനോ ആ വഴിയിൽ തൃപ്തനായേക്കാവുന്നതുപോലെ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തി തൻ്റെ പ്രവർത്തനങ്ങളിലും ബുദ്ധിവിഷയകമായ നേട്ടത്തിലും തൃപ്തനാണ്. രജോ ഗുണത്താൽ ഒരു വ്യക്തി കാമ്യകർമ്മങ്ങളിൽ വ്യാപൃതനായേക്കാം. അയാൾ നേടാൻ കഴിയുന്നത്ര നേടുകയും നല്ല കാര്യങ്ങൾക്കായി ചെലവാക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവർ ആശുപത്രികൾ തുറക്കാൻ ശ്രമിക്കുകയും ധർമ്മസ്ഥാപനങ്ങൾക്ക് ദാനം നൽകുകയും ചെയ്യാറുണ്ട്. രജോ ഗുണത്തിൽ വർത്തിക്കുന്ന ഒരാളുടെ ലക്ഷണമിതാണ്. തമോ ഗുണം ജ്ഞാനത്തെ ആവരണം ചെയ്യുന്നു. തമോ ഗുണമുള്ളവർ ചെയ്യുന്നത് അവർക്കോ മറ്റുള്ളവർക്കോ പ്രയോജനകരമല്ല. ഹരേ കൃഷ്ണ.